ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മളൊരു സിമ്പിളായിട്ടുള്ള ഈവനിങ് സ്നാക്കാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള, ശരിക്കും നിങ്ങളൊരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സിമ്പിളാണെന്നുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാഗോ ഇല്ലേ, സാഗോ റൈസ് അല്ലെങ്കിൽ സാബുദാന റൈസ് അല്ലെങ്കിൽ ചൗവരി എന്ന് നമ്മൾ പറയുമല്ലോ പായസത്തിലിടുന്നത്, ആ ഒരു ചൗവരി കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ വട റെസിപ്പിയാണ്. എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വടക്ക് ആവശ്യമായിട്ടുള്ള സാഗോ റൈസ് ഒന്ന് കുതിരാൻ വേണ്ടി വെക്കുക, ചൗവരി. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് എൻ്റെ ഇപ്പോൾ 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ളത് തന്നെ കിട്ടുവാണെങ്കിൽ വാങ്ങിക്കാൻ നോക്കണേ. കാരണം ഇതാകുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തതിനെ കാണാനും നല്ല ഭംഗിയുണ്ടാവും. അല്ലാതെ ഒരു കുഞ്ഞ് സൈസ് ഭയങ്കര പൊടിയായിട്ടുള്ള ബോൾസ് ആയിട്ടുള്ളത് വരുന്നുണ്ടല്ലോ, അങ്ങനത്തത് വേണ്ട കേട്ടോ. ഇതാണ് കുറച്ചുകൂടി നല്ലത്. ഇനിയിപ്പോൾ നമുക്ക് 3-4 തവണയൊന്ന് നന്നായിട്ട് ഇത് കഴുകിയെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ നല്ലപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്കിത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ കുറച്ച് മുകളിലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് കുതിരാൻ വേണ്ടി വെക്കാനാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇനിയിപ്പോൾ നമുക്കൊരു 15 to 20 മിനിറ്റ് ഇതുപോലെ ഒന്ന് വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടി വെക്കാം. ആ ഒരു ടൈമിൽ തന്നെ കുറച്ച് നന്നായിട്ട് വീർത്ത് വരുമല്ലോ, അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കണ്ടില്ല, അത്യാവശ്യം നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വിരൽ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത്, ഈ ഓരോ ബോൾസ് എടുത്ത് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഓവർ സോഫ്റ്റ് ആയിട്ടുണ്ടാവില്ല, ചെറിയ ഉള്ളിലൊരു ബോൾ പോലെ അങ്ങനെ ഓവർ പ്രസ് ആവില്ല കേട്ടോ ഈ ഒരു ടൈമിൽ. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലുള്ള വെള്ളം നമുക്ക് നന്നായിട്ട് ഊറ്റിച്ച് കളയാം. ഇതുപോലെ സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ സ്ട്രെയിനറിന് വെള്ളമൊക്കെ പോയതിന് ശേഷം വീണ്ടും ആ ഒരു സെയിം ബൗളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് സമയം അങ്ങനെ വെള്ളം ഊറാൻ വേണ്ടി നിൽക്കുകയൊന്നും വേണ്ട കേട്ടോ. പിന്നീട് തിരിച്ച് ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിപ്പം ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് കൈയോട് തൊടുമ്പോൾ മനസ്സിലാവും, ഒട്ടും നനവ് ഉണ്ടാവില്ല. അപ്പോൾ ചെറിയ നനവ് വേണം കേട്ടോ ഈ ഒരു ചൗവരിയിലേക്ക്. അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി പച്ചവെള്ളം എടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് ഒന്ന് കുടഞ്ഞു കൊടുക്കുമല്ലോ, നമ്മൾ 3-4 തവണ ഒന്നിങ്ങനെ കുടഞ്ഞു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് കൈ വെച്ചിട്ട് ഒന്നങ്ങ് കുഴച്ച് കൊടുക്കുമ്പോൾ എല്ലാ പേളും ഇല്ല നമ്മുടെ സാഗോ, അതിലേക്ക് മൊത്തത്തിലായിട്ടൊരു നനവെത്തും. അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ചൗവരിയുടെ എല്ലാ സൈഡിലേക്കും നന്നായിട്ട് നനവ് എത്തിയെന്ന് മനസ്സിലാവുമല്ലോ നമ്മൾ കൈ കൊണ്ട് കുഴക്കുന്ന സമയത്ത്. അത്ര ആയിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്ത് അടച്ച് വെച്ച് കൊടുക്കാം. ഒന്നുകിൽ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട്, അല്ലെങ്കിൽ നല്ല ടൈറ്റായിട്ടുള്ള അടപ്പുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ അടച്ചിട്ട് നമ്മളിത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാൻ പോകുന്നത്. ചുരുങ്ങിയത് ഒരു 8 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. നമ്മളിത് എടുക്കാനേ പാടില്ല. കാരണം ആ ഒരു ടൈമിൽ കുറച്ചുകൂടി ഒന്ന് വീർത്ത് ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ രാവിലെയൊക്കെ പരിപാടി ചെയ്യുന്നുണ്ട്, അഥവാ ഇത് ഫ്രൈ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തലേ ദിവസം രാത്രി ഈ ഒരു സ്റ്റെപ്പ് ചെയ്ത് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ പിറ്റേ ദിവസം വൈകുന്നേരത്തൊക്കെ ആണെങ്കിൽ രാവിലെ ചെയ്ത് വെച്ചാലും മതി. അങ്ങനെ നോക്കിയിട്ട് ചെയ്താൽ മതി. ശരിക്കും ഈ ഒരു വട ഭയങ്കര സിമ്പിളാണ്. ഈ ഒരു സ്റ്റെപ്പ്, ഈ ഒരു എന്താ പറയുക, സോക്ക് ചെയ്യാൻ വെക്കുന്ന ആ ഒരു ടൈമേ വേണ്ടുള്ളൂ. ബാക്കിയൊക്കെ സിമ്പിളാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 8 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വട ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഇനി സിമ്പിളാണ് ബാക്കിയുള്ള പരിപാടിയൊക്കെ. അപ്പോൾ ഇതാണ് കുറച്ചുകൂടി നന്നായിട്ട് വീർത്ത് നല്ല സോഫ്റ്റായി വന്നേട്ടോ. ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് കണ്ടില്ല, പൊടിഞ്ഞ് വരുന്ന ആ ഒരു ടെക്സ്ചറായി വരണം. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള പരിപാടികൾക്ക് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത് നമ്മുടെ കപ്പലണ്ടിയില്ലേ, നമ്മൾ നിലക്കടല എന്ന് പറയും. അപ്പോൾ വറുത്തിട്ടുള്ള നിലക്കടലയാണെങ്കിൽ, നോർമൽ പച്ചക്കുള്ളതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞെടുക്കുക. അല്ലെങ്കിൽ വറുത്തത് ഡയറക്റ്റ് വാങ്ങിക്കുന്നതാണെങ്കിൽ തൊലി കളഞ്ഞ് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് കപ്പലണ്ടിയാണ് കേട്ടോ, 1/2 കപ്പ് കടലയാണ്. ഈ കടല നമുക്കൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. പൊടി എന്ന് പറയുമ്പോൾ ഓവർ ഫൈനായിട്ട് പൊടിക്കേണ്ട, ജസ്റ്റ് ചെറിയൊരു തരികളോട് കൂടിയിട്ട് പൊടിച്ചെടുക്കുക. അങ്ങനെ തന്നെ ഇത് ചെറിയ തരികളോടുകൂടി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ വറുത്ത കടല എടുത്തത് കൊണ്ട് ഡയറക്റ്റ് തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുത്ത് പൊടിക്കുക കേട്ടോ. അപ്പോൾ വേറെ പണിയൊന്നും ഇല്ല. പിന്നെ ഞാൻ ഈ ഒരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചൗവരിയില്ല, അത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഇതിലേക്ക് 3 മീഡിയം സൈസ് വലുപ്പമുള്ള ഉരുളക്കിഴങ്ങ് കുറച്ച് വെള്ളവും ഉപ്പും ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം നല്ലപോലെ സ്പൂൺ വെച്ചിട്ട് ഉടച്ചെടുത്തിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഏകദേശം 1 ടീസ്പൂൺ നിറയെ ഇഞ്ചി നുറുക്കിയത്, അതായത് ഇഞ്ചി പൊടിയായിട്ട് നമ്മൾ കട്ടാക്കുമല്ലോ, അങ്ങനെയാണ് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഞാൻ ഏകദേശം ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയില, ഇതൊക്കെ നിങ്ങളെ ഫ്ലേവർ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എല്ലാം ഇങ്ങനെ പൊടിയായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ.
പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കടല പൗഡറില്ലേ അതും കൂടി മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1 കപ്പ് സാഗോയിലേക്ക് 1/2 കപ്പ് കടലയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ 1 ടീസ്പൂൺ ക്യൂമിൻ സീഡ് ഒന്ന് ചതച്ചതാണ് കേട്ടോ, അതായത് ചെറിയ ജീരകം ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓവർ പൊടിയാക്കിയിട്ട് ചേർക്കേണ്ട, അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ മുളക് പൊടി, അത് നിങ്ങൾ കശ്മീരി ആണെങ്കിലും സാധാ എരിവുള്ളതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക, കാരണം നമ്മൾ ഓൾറെഡി പൊട്ടറ്റോയിൽ അധികം ഇട്ടതാണ്, അതുകൊണ്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ പുളിക്ക് ആവശ്യമായിട്ടുള്ള ചെറുനാരങ്ങ നീര്, ഞാനിപ്പോൾ 1 ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുള്ള നീര് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് എല്ലാം കൂടി കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുക. നമ്മുടെ ഈ ഒരു സാഗവും ഉരുളക്കിഴങ്ങും പൊടികളും കാര്യങ്ങളൊക്കെ എല്ലാ സൈഡിലേക്ക് എത്തിക്കിട്ടണം. അപ്പോൾ നല്ലപോലെ തന്നെ കുഴച്ചെടുക്കുക. അങ്ങനെ ഞാൻ ഇതുപോലെ മൊത്തത്തിൽ കുഴച്ച് സെറ്റായി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഈ ഒരു സാഗോ വട ഭയങ്കര സിമ്പിളാണ്, പക്ഷേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്ലോപ്പ് ആവും. അപ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ ഒന്ന് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം ആദ്യം കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് നോക്കുക നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് കുറച്ചൊന്ന് ടൈറ്റായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. കുടഞ്ഞു കൊടുക്കുക കേട്ടോ, ഓവർ ആദ്യം തന്നെ എടുത്ത് ഒഴിക്കരുത്. ഇതെന്തിനാ ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ മാവ് ഓവർ ടൈറ്റായി ഹാർഡായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ വെള്ളം കറക്റ്റ് ആകുമ്പോൾ നമുക്ക് ഈ ഒരു വട നന്നായിട്ട് കിട്ടും കേട്ടോ. വെള്ളത്തിന് നല്ല പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ കുഴച്ചെടുത്തില്ലേ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് നോർമൽ നമ്മൾ പരിപ്പ് വട ചുടുന്ന പോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഉരുട്ടിയിട്ട് പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. അതാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് പരുവം. അങ്ങനെയാണെങ്കിൽ മാവ് കറക്റ്റായി. അപ്പോൾ ഇപ്പം കണ്ടില്ല, നല്ല എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ പരത്തി ഷേപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ ജസ്റ്റ് കയ്യിൽ വെച്ച് പരത്തി കഴിഞ്ഞാൽ നിങ്ങൾ മൊത്തത്തിൽ ഒന്നിച്ചിട്ട് ഫ്രൈ ചെയ്യരുത് കേട്ടോ. ഫ്രൈ ചെയ്യാം, എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ട്രയൽ ഒന്ന് നോക്കുക. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ഇതുപോലെ പരത്തിയതിന് ശേഷം ഒന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോർമൽ പരിപ്പ് വട പോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സാഗോ വട സക്സസ് ആയി കേട്ടോ. കാരണം പൊട്ടിപ്പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലവർക്ക് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരെണ്ണം ഇട്ടിട്ട് നോക്കുക, മൊത്തത്തിൽ ചിലപ്പം പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എണ്ണയിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാഗോ റൈസില്ലേ മൊത്തത്തിൽ സെപ്പറേറ്റ് ആയി വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിൽ ചേർത്തിട്ടുള്ള വെള്ളത്തിൻ്റെ അളവിൻ്റെ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഒന്നങ്ങനെ ഇട്ടേനെ പൊടിഞ്ഞ് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് കുടഞ്ഞ് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. എനിക്കും ഈ റെസിപ്പി ആദ്യമൊക്കെ ട്രൈ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ടൈം അങ്ങനെ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വീണ്ടും ട്രൈ ചെയ്ത് എനിക്ക് കറക്റ്റ് മനസ്സിലായത് അതാണ് കേട്ടോ. ഒന്നിക്ക് വെള്ളം കുറച്ചധികമായിട്ട് ഇങ്ങനെ കുടഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ വേവിച്ച് വെച്ച് ഉരുളക്കിഴങ്ങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പോവില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് എല്ലാം ഷേപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ എത്രത്തോളം നിങ്ങൾക്ക് വലിപ്പമുള്ള വട വേണോ അതിനനുസരിച്ച് ഷേപ്പ് ചെയ്ത് വെക്കാം. അങ്ങനെ പൊടിഞ്ഞു പോകും ഒന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ, നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഞാൻ പറഞ്ഞ ആ ഒരു പോയിന്റ്സ് 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ആദ്യം കയ്യിൽ കുറച്ചൊന്ന് ഓയിൽ തടവിക്കാൻ നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് ബോൾസാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി കണ്ടിട്ട് ഞാൻ ഈ ഒരു പ്ലേറ്റിൽ കൊള്ളുന്നത് എനിക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കാര്യമായിട്ട് പരിപാടിയിൽ ഡയറക്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പക്ഷേ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആദ്യമായിട്ട് ഇതുവരെ ഈ ഒരു വട ട്രൈ ചെയ്യാതെ അവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. എനിക്ക് ഫസ്റ്റ് ടൈമൊക്കെ ഞാൻ ഈ റെസിപ്പി കണ്ട സമയത്ത് ട്രൈ ചെയ്ത സമയത്ത് എനിക്ക് ഫസ്റ്റ് ട്രിപ്പിൽ ആ ഒരു സംഭവം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്ത് വീണ്ടും പറയുന്നത് കേട്ടോ. കാരണം നമ്മൾ എന്തായാലും ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ അത് നമുക്ക് ഒരിക്കലും ഫ്ലോപ്പ് ആകാൻ പാടില്ലല്ലോ, കറക്റ്റ് കിട്ടണമല്ലോ. അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഇതിപ്പോൾ എണ്ണയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ടൈം അങ്ങനെ അങ്ങ് വെക്കുക കേട്ടോ. ഒരു മീഡിയം ടു ഹൈയിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ആക്കുക, ഓവർ ഫ്ലെയിം കുറച്ച് വെക്കരുത്. അപ്പോൾ കുറച്ച് ടൈം ഇങ്ങനെ വെക്കുന്ന സമയത്ത് മുകളിലേക്ക് ഇത് പൊങ്ങി വരും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ എണ്ണ ഒഴിക്കുന്ന സമയത്ത് കുറച്ച് എണ്ണ ഒഴിക്കരുത്, കുറച്ചധികം തന്നെ എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ആക്കാൻ വേണം. കാരണം ഇത് വീർത്ത് പൊങ്ങി വരും. അതിലുള്ളത് സാഗോ അരിയാണല്ലോ. അപ്പോൾ ഇതുപോലെ പൊങ്ങി മുകളിലേക്ക് വന്നതിന് കുറച്ച് സമയം അങ്ങനെ അങ്ങ് ഇരിക്കുന്ന സമയത്ത് തിരിച്ചിടുക. എന്നിട്ട് അങ്ങനെ തിരിച്ചും മറിച്ച് വിട്ടിട്ട് നല്ലപോലെ കളറൊന്നും മാറി വരുമല്ലോ, നന്നായിട്ട് മുരിഞ്ഞെന്ന് കണ്ടതിന് എടുക്കുക. ഉൾഭാഗത്തിൽ അങ്ങനെ ഓവർ വേവാനൊന്നുമില്ല, പക്ഷെ എന്നാലും ആ ഒരു സാഗോ റൈസ് ഒന്ന് വെന്ത് കിട്ടണമല്ലോ, ആ ഒരു പണിയുണ്ട്. അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക. അതുപോലെ തന്നെ ഒന്നങ്ങ് സെറ്റായി വന്നതിന് ശേഷം ഞാൻ അടുത്തതും കൂടി ഷേപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് രണ്ടും നല്ലപോലെ തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ.
അങ്ങനെ നമ്മുടെ ഒരു വട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ബാക്കി അതിൽ തന്നെ ഫ്രൈ ആവട്ടെ. അപ്പോൾ ഇത്രയും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കാണാൻ നല്ല മൊഞ്ചുള്ള വടയാണ് കേട്ടോ. ഇത് ശരിക്കും സെർവ് ചെയ്ത് വെച്ചാൽ ഭയങ്കര ഭംഗിയായതിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതുപോലെ മൊത്തത്തിലൊന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ. അങ്ങനെ നമ്മുടെ സാബുദാന വട മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ആക്കി നോക്കട്ടെ. നമ്മുടെ കിച്ചണിലുള്ള ഐറ്റംസ് അല്ലേ വേണ്ടുള്ളൂ. അതുപോലെ തന്നെ ഇത് ചൂടോടെ കഴിക്കാനാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. തണുത്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് വലിയൊരു ഇതില്ല. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സ്പോഞ്ചി ആയിട്ടിരിക്കും. അങ്ങനത്തെ ഐറ്റംസ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ആക്കി നോക്കി. എന്താ പറയുക, ഇതിന് മെയിൻ ഭയങ്കര കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിന ചട്നി ഇല്ലേ, ആ ഒരു ഗ്രീൻ ചട്നി, അതും അതുപോലെ തന്നെ നമ്മുടെ കെച്ചപ്പും അതിനൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഭാഗത്തൊക്കെ ഇതിന് സാബുനരി എന്ന് പറയും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ പേരെന്താ പറയുക, ഈ ഒരു അരിക്ക് പറയുന്ന പേരും ഒന്ന് കമൻറ്റ് ചെയ്യണം, എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്